യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ ഡിവൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോപ്പും ട്രംപും തമ്മിലുള്ള വാക്പോര് നമ്മളതിന് ചെറുതായിട്ട് കണ്ടുകൂടാ. പോപ്പ് സംസാരിക്കുന്നത് യൂറോപ്പിന് വേണ്ടിയാണ്. യൂറോപ്പിന് വേണ്ടി അടുത്ത ദിവസം UK-യും ഫ്രാൻസും ചേർന്ന് ഈ ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതിനെക്കുറിച്ചുള്ളൊരു സമ്മിറ്റ് ഒരു കോച്ചെയർ ചെയ്യുകയാണ്. ഫ്രാൻസും UK-യും ചേർന്ന് മാക്രോണൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തിനാണ് യൂറോപ്പിന് ഇത്ര ആവലാതി എന്ന് ചോദിച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി ഹിറ്റ് ചെയ്യുന്നത് യൂറോപ്പിനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അയർലൻഡിൽ മോട്ടോർ വേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ സമരമാണ്, വണ്ടി പോകുന്നില്ല, ട്രാഫിക് ജാമാണ്. മോട്ടോർ വേന്ന് ഹൈവേ ആണ്. നോക്കുമ്പോൾ അവിടെ തൊഴിലാളി യൂണിയനുകളൊക്കെ ഇറങ്ങിയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യുക. കാരണം എന്താ പറയുക, അവിടെ എന്തോ ഏതാണ്ട് നമ്മുടെ ഒരു 200 രൂപയുടെ അത്രയുണ്ട് 1 ലിറ്റർ പെട്രോൾ. അവിടെ വീണ്ടും വില വർദ്ധിപ്പിച്ചു. ആ വില വർധന തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആളുകൾ റോഡ് ബ്ലോക്ക് ചെയ്യണം, ഹൈവേ ബ്ലോക്ക് ചെയ്ത് സമരമാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അയർലൻഡ് മാത്രമല്ല, ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് നേരിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലിലേക്ക് അടയ്ക്കുന്നത് പ്രധാനമായും സാമ്പത്തികമായി ബാധിക്കുന്ന യൂറോപ്പിനെയാണ്. കാരണം റഷ്യൻ ഓയിൽ വാങ്ങാൻ പറ്റില്ല, നേരത്തെ തന്നെ ഉപരോധമുള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അവിടെയാണ് പോപ്പ് എന്ത് ചെയ്യുന്നത്, ട്രംപിനെ ഡയറക്റ്റ്, അമേരിക്കക്കാരനായിരിക്കെ തന്നെ ട്രംപിനെ ഡയറക്റ്റ് വിമർശിക്കുന്നത്. ട്രംപ് ഇന്നലെ എന്താ ചെയ്തത്, പോപ്പിനേക്കാൾ വലിയ യേശുക്രിസ്തുവാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഷെയർ ചെയ്യുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തല്ലോ. ഈ നടക്കുന്ന റൈവലറി, ഒന്ന് യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള റൈവലറി, അത് വലിയ ഒരു രാഷ്ട്രീയ എന്താ പറയുക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഇന്ന് UK-യുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സിറ്റ് പ്ലാനും ഇല്ലാതെ അമേരിക്ക ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു. ഈ യുദ്ധം നമ്മൾ മീൻസ് യൂറോപ്പ് ഇതിലില്ല, നമ്മളല്ല തുടങ്ങിയത്, നമുക്കിതിലൊരു കാര്യവുമില്ല. ഒരു എക്സിറ്റ് പ്ലാനും ഇല്ലാതെ ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയാണ് ഈ പ്രശ്നം വഷളാക്കിയതെന്ന് വെച്ചാൽ അമേരിക്കയെ ഈ ഹോർമുസ് കടലിലേക്ക് പ്രതിസന്ധിയോ ബ്ലോക്കോടോ ബാധിക്കുന്ന യൂറോപ്പിനെയാണ്. അമേരിക്ക ആവശ്യം പോലെ എണ്ണ അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി സർപ്ലസ് വേണമെങ്കിൽ വെനസ്വേലയിലും ഉണ്ട്, വിൽക്കണമെങ്കിൽ അതും എടുത്ത് വിൽക്കാം, ഇതും എടുത്ത് വിൽക്കാവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഗെയിം എന്ന് പറയുന്നത് അവരെ ബാധിക്കുന്നില്ല, അമേരിക്ക ബാധിക്കുന്നില്ല. മാത്രമല്ല അവർക്ക് എണ്ണ വിൽക്കാം, അവർക്ക് ആയുധം വിൽക്കാം, സാധ്യത കൂടി. അതായത് ഹോർമുസ് വഴി എണ്ണ വന്നില്ലെങ്കിൽ വെനസ്വേലയിൽ എണ്ണ വിറ്റ് ഒരു കാശുണ്ടാകും, അമേരിക്കയിൽ എണ്ണ എക്സ്പോർട്ട് ചെയ്ത് കാശുണ്ടാകും. ഇത് ബാധിക്കുന്ന യൂറോപ്പിനെയാണ്. യൂറോപ്പ് ഇതിങ്ങനെ കൈകെട്ടി നോക്കി നിൽക്കില്ല. മുൻപ് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അമേരിക്ക നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധത്തിൽ നാറ്റോ ഇല്ല എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അപൂർവങ്ങളിൽ അപൂർവമാണ്. ബാക്കി എല്ലാ യുദ്ധങ്ങളിലും അധിനിവേശങ്ങളും ഉൾപ്പെടെ നാറ്റോയിലെ ഏതെങ്കിലും അംഗരാജ്യം, ഇപ്പോൾ അഫ്ഗാൻ അധിനിവേശം ബ്രിട്ടീഷുകാർ കൂടെ UK കൂടെ ഉണ്ടായിരുന്നു, ഇറാഖ് അധിനിവേശത്തിൽ നാറ്റോ ഉണ്ടായിരുന്നു, ലിബിയയിലുണ്ടായിരുന്നു നാറ്റോ, സിറിയയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നാറ്റോ ഇല്ല, അമേരിക്ക ഒറ്റയ്ക്കാണ്.